ഇപ്പൊ CPI നേതാവ് D രാജ പറഞ്ഞിരിക്കുകയാണ് CPM ഇതിൽ വ്യക്തത വരുത്തണം. ബ്രിട്ടാസ് ഇങ്ങനെ പാലം നടുക്കുനിന്ന് ഇങ്ങനെ പാലം ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാനൊന്നും കഴിയില്ല. ബ്രിട്ടാസ് അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് D രാജ രംഗത്തെത്തുന്നു. അപ്പൊ വീണ്ടും CPM ഉം CPI തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്കാണോ PM ശ്രീ പോകുന്നത്? തുറന്ന പോരും അടഞ്ഞ പോരും ഒന്നുമില്ല. D രാജയ്ക്കോ അനി രാജയ്ക്കോ എങ്ങനെയും വാർത്ത വരണമെങ്കിൽ ഒന്നേ മോദി വേണം, അല്ലെ പിണറായി വിജയൻ വേണം, CPM വേണം. ഈ എന്തോ ഇരുന്നിട്ട് D രാജയും അനി രാജയും കിടന്ന് ചാടുന്നു. ഇന്ത്യ മൊത്തം പരിശോധിക്കുമ്പം ഈ രണ്ട് വ്യക്തികൾ, ഒരാളൊരു പാൻറ്റുമൊക്കെ ഇട്ട് ഇറങ്ങും, മറ്റൊരു കുറിയും തൊട്ടും ഇറങ്ങുന്നല്ല CPI എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇതിനകത്ത്? ഇപ്പം സാറ് പറഞ്ഞതുപോലെ രാജ്യത്തുടനീളം രണ്ട് വികസന കാഴ്ചപ്പാടുള്ള, നമ്മൾ രാഷ്ട്രീയത്തിനപ്പം പറയാം, രണ്ട് വികസന കാഴ്ചപ്പാടുള്ള ആൾക്കാരെന്ന് പറയാം. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒന്നിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാട് ഇവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് PM ശ്രീ എന്നല്ല, ഇതിന് നേരത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി കിടന്ന് ചാടി കേട്ടായിരുന്നു. ആരോഗ്യമന്ത്രി കിടന്ന് ഈ NHRM-നും മറ്റേനും എല്ലാം ഫണ്ട് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ മെഡിക്കൽ കോളേജുകൾ ആരോഗ്യ മേഖലയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ NHRM സ്റ്റാഫിനെ കൊണ്ട് തന്നെ. എത്ര PSC എത്ര നേഴ്സന്മാരുടെ കണക്കുമൊക്കെ നോക്കിയാൽ മതി. ഈ ഫണ്ട് കൊടുക്കുന്ന ഈ ഫണ്ട് മൊത്തം വരുന്ന കേന്ദ്രത്തിൽ നിന്നാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് കൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടേണ്ട പൈസ മൊത്തത്തിൽ കൊടുക്കാതെ ഈ ഫണ്ട് കൊണ്ട് മാത്രം, ആ ഫണ്ടിനകത്ത് മൊത്തത്തിൽ കൊടുക്കുക, ഈ ഫണ്ട് കൊണ്ട് മാത്രം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നിടത്താ പറഞ്ഞത്. അവർ പറഞ്ഞു ഇതുപോലെ ഈ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഈ ചില പെയിന്റുകൾ അടിക്കണം, അല്ലെങ്കിൽ പേര് മാറ്റണം, മാറ്റത്തില്ലെന്ന് പറഞ്ഞു. അവസാനം കേന്ദ്രം പണ്ടങ്ങ് നിർത്തി. ഇവിടെ വിഷയമായില്ലേ? അവസാനം ആരോഗ്യമന്ത്രി എന്നിരുന്ന് അടിയടാ പെയിന്റ് മാറ്റടാ പേര് മാറ്റിയല്ലോ. ആരോഗ്യമന്ത്രി എന്തോരം ആഘോഷത്തിലായിരുന്നു. എത്ര വട്ട പ്രസ്താവന, കേന്ദ്രത്തെ ഞാൻ വലിക്ക് നിർത്തും, നേരെ നിർത്തും. അവസാനം ഇവർ എന്നൊന്ന് പെയിന്റ് അടിപ്പിക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് ഈ PM ശ്രീയുടെ കാര്യത്തിലും.